നമസ്കാരം. അതിമനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡൽഹിയിലാണ്. വിശാലമായ ഒരു നഗരം, വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മെ മാടി വിളിക്കുകയാണ്. അറിഞ്ഞതും അറിയാത്തതുമായ ചരിത്രങ്ങൾ നമ്മോട് വിളിച്ചോതാൻ നിൽക്കുന്ന വിശ്വസ്മാരകങ്ങൾ, അധിനിവേശങ്ങളുടെ കഥ പറയാൻ വെമ്പുന്ന ഇടനാഴികൾ, കണ്ടും കേട്ടും കൊതി തീരാത്ത കലാപ്രകടനങ്ങൾ. ഡൽഹി വഴിയോരത്തിലൂടെയുള്ള ഈ യാത്ര ഏതായാലും ഒരു വ്യത്യസ്ത അനുഭവം തന്നെ ആയിരിക്കും എന്ന് തീർച്ചയാണ്. ഡൽഹിയുടെ ഈ കാഴ്ചകൾ കാണാൻ നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മൾ ഡൽഹിയിലെ പ്രധാന ആകർഷണമായ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വളരെ ഒരു ചരിത്രമുണ്ട്. അതുമാത്രമല്ല, ഒരു ബലിദാനത്തിൻ്റെ സ്മാരകം കൂടിയാണ് ഈ ഇന്ത്യ ഗേറ്റ്. നമ്മൾ രാവിലെയാണ് വന്നതെങ്കിലും ഇന്ന് ഇവിടെ നല്ല ചൂടുള്ള ദിവസമാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ പ്രിപ്പയറായി വരണം. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് ഇന്ന് നല്ല ചൂടാണ്, നല്ല തണുപ്പും നല്ല ചൂടും അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി. അത് വ്യത്യസ്തമായ മാസങ്ങളിൽ നമ്മൾ ആലോചിച്ചിട്ടാണ് വരേണ്ടത്. ഏതായാലും നമ്മൾ ആദ്യം കാണേണ്ടത് ഇന്ത്യ ഗേറ്റാണ്. ആയിരത്തി 1931 ഒരു വാർ മെമ്മോറിയലായിട്ടാണ് ഈ ഇന്ത്യ ഗേറ്റ് പണിതത്. 42 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഈ ഇന്ത്യ ഗേറ്റിനരികിൽ വരുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് വലിയ പ്രാതിനിധ്യമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ആവശ്യമുണ്ടായിരുന്ന കാര്യമായിരുന്നോ നമുക്കറിയത്തില്ല. അത്തരം ഒരു വാറിൽ 70,000-ൽ പരം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ ഗേറ്റിൽ വരുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ വന്ന് നോക്കിയപ്പോൾ അതിൽ ഈ 70,000 ആൾക്കാരുടെ പേരും സ്മാരകത്തിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും അന്നത്തെ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനൊരു മോണുമെൻ്റ് ഉണ്ടാക്കാനെങ്കിലും തോന്നിയല്ലോ, അവരുടെ പേര് എഴുതി വെച്ചിട്ട്. അതാണ് ഓരോ യുദ്ധവും എന്ന് പറയുന്നത് നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്നെങ്കിലും എത്രയോ ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ പൊലിയുന്ന ഒരു കളിയാണ് പലപ്പോഴും പല രാജ്യങ്ങളും എടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക. അല്ലാതെ നമുക്കൊരു യുദ്ധം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? സമാധാനമായി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സമാധാനമായി പറഞ്ഞു തീർക്കണം എന്നുകൂടിയുള്ളൊരു വിഷമമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ, ഈ ചരിത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഇപ്പം ഞാൻ ബ്രിട്ടനിൽ പോയിട്ട് 40 വർഷത്തിൽ കഴിഞ്ഞു. അന്നൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളിന് ഇവിടെ വലിയ ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോലിക്കും വേണ്ടി, നമ്മളുടെ ജീവിതത്തിന് വേണ്ടി പോയി എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ വന്ന് നമ്മൾ ഡൽഹി പോലെയുള്ള നഗരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ത്യ അതിന് ശേഷം എന്തുമാത്രം പുരോഗമിച്ചു. ഇന്ന് അങ്ങനെയുള്ള ഒരാളിന് ഒരുപക്ഷെ ജോലി തേടി വിദേശത്ത് പോകുന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ജോലി ചെയ്യും എന്നൊക്കെ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു. പക്ഷേ അതിനുള്ള കാലത്തിലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ
ഇന്ത്യയുടെ ഭാഗമായ ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഡെവലപ്മെൻറ്റുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ മോണിമെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് മറ്റൊരു അട്രാക്ഷനിലേക്ക് കൂടി പോകാം. പക്ഷേ ഇവിടമാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് തന്നെയാണ്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ രാഷ്ട്രപതി ഭവൻ കാണാവുന്ന ഒറ്റ സ്ട്രൈറ്റ് റോഡാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ രാജവീഥിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടല്ലോ, ജാനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സ്ഥലമാണിത്. 2 ദിവസത്തെ ഗ്യാലറി കെട്ടിയിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിനോടൊപ്പമുള്ള അമർ ജ്യോതി എന്ന് ദീപം കൊളുത്തിയിട്ട് ഇതുവഴി രാജ്ഭവൻ്റെ നേർക്കാണ് ഇവിടെ നമുക്ക് റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന ആ സ്ഥലം കൂടിയാണിത്. ഇവിടെ എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് പ്രൗഢോജ്വലമായി നടത്തുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് നമുക്ക് ലോകമെമ്പാടും ഇരുന്ന് കാണുന്നതാണല്ലോ, അത് നടക്കുന്ന സ്ഥലം കൂടിയാണിത്. സാധാരണഗതിയിൽ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഹോളിഡേ എന്ന് പറയുമ്പോൾ ഇന്ത്യയേക്കാൾ ഉപരി മറ്റ് രാജ്യങ്ങൾ പ്രിഫർ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യ നമുക്ക് കണ്ടു തീരാൻ എത്രയോ നാളുകൾ വേണം. അതിന് ഉദാഹരണമാണ് നമുക്കിപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നു അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് തുടങ്ങിയാലും ഒരു കന്യാകുമാരി വരെ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഓരോ ഇന്ത്യക്കാരും ചെയ്തിരിക്കേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ വ്യത്യസ്തത, ആ ഭാഷയിലുണ്ടാകുന്ന വ്യത്യസ്തത, സംസ്കാരത്തിലുണ്ടാകുന്ന വ്യത്യസ്തത, ആഹാര രീതിയിലുണ്ടാകുന്ന വ്യത്യസ്തത, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. വളരെ നീറ്റായിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു നഗരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടുത്തെ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ് ഇതുപോലെ ആയിരിക്കത്തില്ല. ഏതായാലും ഓൾഡ് ഡൽഹിയിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഈ ന്യൂ ഡൽഹി എന്ന് പറയുന്നത് ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യ ഗേറ്റിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കാണ്. ഏതായാലും അതിവിശാലമായ റോഡ് ക്രോസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഇതിനോട് അണ്ടർപാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ ക്രോസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് എത്താൻ കഴിയും. ഈ വിശാലമായ വീഥിയുടെ പേരാണ് കർത്തവ്യ പഥ്. പുതിയതായിട്ടിട്ട പേരാണ്. നമുക്കിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ പഴയ പാർലമെൻറ്റ് കാണാം. ആ റൗണ്ടിലുള്ള പാർലമെൻറ്റ് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് പുതിയ പാർലമെൻറ്റ്. ഇതിനോട് അടുത്ത് ഈ കാണുന്നതെല്ലാം മന്ത്രി മന്ദിരങ്ങളാണ്. ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ പ്രസിഡൻഷ്യൽ പാലസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം തൊട്ടടുത്തടുത്ത് കാണാൻ കഴിയും. ഇതെല്ലാം മന്ത്രി ഒഫീഷ്യൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്, മന്ത്രി മന്ദിരങ്ങളാണ് ഇതെല്ലാം. ഈ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് കാണുകയും ചെയ്യാം. ഇന്ത്യ ഗേറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ജാനുവരി 26 നടക്കുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന വിശാലമായ റിപ്പബ്ലിക് പരേഡ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഗ്യാലറി കെട്ടിയിട്ടാണ്, ആൾക്കാരെ ഇരുത്തിയിട്ടാണ്. ഞാനിതുവരെ പങ്കെടുത്തിട്ടില്ല. ഒരു സമയത്ത് പങ്കെടുക്കണമെന്നുണ്ട്. ഒരു സമയത്ത് ഒരു അവസരം കിട്ടിയതാണ്, അന്ന് വരാനും പറ്റിയില്ല. നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസിഡൻഷ്യൽ പാലസ്. ഇത്രയും വലിയൊരു പാലസ് ലോകത്തിലെ ഒരു പ്രസിഡൻറ്റിനും ഇല്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. 340 റൂമുകളുള്ളതാണ്. 1921 ഇത് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. മറ്റൊരു കാര്യം ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ കഴിയും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്തതെന്ന് പറയുന്നത്. ഇതെല്ലാം ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നിയത് പുതിയ പാർലമെൻറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ അശോക ചക്രം സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. (1929)
അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കെട്ടിടം, ഇന്നത്തെ ഈ പ്രസിഡൻഷ്യൽ പാലസ് എന്ന് പറയുന്നത്. 340 റൂമുകളാണ് ഇതിൽ ഉള്ളത്. 340 റൂമുകളുള്ള അത്രയും അതിവിശാലമായ ഒരു കെട്ടിടമാണത്. മാത്രമല്ല 329 ഏക്കർ സ്ഥലത്തുള്ള ഒരു ഗാർഡനും ഇതിനോടൊപ്പം ഉണ്ടെന്നുള്ള അത്ര വിശാലമായ ഒരു സ്ഥലമാണ്. നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സമയത്ത് ബ്രിട്ടീഷ് അധിനിവേശവും അത് കഴിഞ്ഞ് നമുക്ക് ഡെമോക്രസി കിട്ടിയിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ആയതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷവുമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മൾ ഇവിടെ വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങളും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവം കൂടി ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു പാർലമെൻറ്റ് ഹൗസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ വിശാലമായ ഒരു സ്ഥലമുണ്ടായിരുന്നല്ലോ. ഡൽഹിയിൽ വരുമ്പോൾ കാണേണ്ട മറ്റൊരു അട്രാക്ഷനാണ് ജന്തർ മന്ദിർ എന്ന് പറയും. 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ സമയം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് പണിതത്. ഈ അകത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം ഏതോ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യന്ത്രങ്ങളൊന്നുമില്ല, കെട്ടിടത്തിൻ്റെ കുറച്ച് അലൈൻമെൻറ്റും വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്.